ഹായ് ഗായ്സ്, ഞങ്ങളിതാ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാനും എൻ്റെ ചേച്ചിയും. ഞാൻ കുറച്ച് നേരം ആയതുള്ളൂ ചേച്ചിയുടെ റൂമിൽ വന്നിട്ട്. ചേച്ചി കുറച്ച് ബിസി ആയതുകൊണ്ട് ഞങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് താമസിച്ചു. പിന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടെന്ന് മനസ്സിലായി. ഞങ്ങൾക്ക് ആദ്യമായിട്ടാട്ടോ, നിങ്ങൾ ക്ഷമിക്കണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം. അത് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അതൊക്കെ നിങ്ങൾ വേണം പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാം അല്ലേ. പിന്നെ ചിരിയുടെ കാര്യം പറയാം, ഞങ്ങൾക്ക് ചിരിക്കാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞങ്ങളുടെ ഹൈലൈറ്റ് എന്ന് ചിരി എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സ്വയമായിട്ട് പൊക്കിയതല്ല കേട്ടോ. ഞങ്ങളുടെ ഹൈലൈറ്റ് ഞങ്ങളുടെ ചിരിയാണ്. ചുമ്മാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. വിശന്നിട്ട് വയ്യ. പിന്നെ അൽമീരേൻ്റെ അവിടെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നേക്കാണ്. പിന്നെ വേറെ എന്താ പറയും. ഇന്നൊരു ഫ്രൈഡേ ആയിരുന്നു, പക്ഷേ ഞങ്ങൾ ലേറ്റായിട്ടാണ് കണ്ടുമുട്ടിയത്. കുറച്ച് തിരക്കായിരുന്നു, ഞാനും തിരക്കായിരുന്നു, ചേച്ചിയും തിരക്കായിരുന്നു. എനിക്ക് വേറൊരിടത്ത് പോകണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഞാൻ തിരക്കൊന്നുമില്ല. അല്ലാതല്ലേ? ആ ശരിയാണ്, ഞാൻ എഴുതട്ടോ ഗേസ്, തിരക്ക് ക്ഷമിക്കണം. പിന്നെ എന്താണ് വിശേഷങ്ങളൊക്കെ? നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇന്നലെ വരാമെന്ന് പറഞ്ഞു, പറ്റിച്ചു. ഇന്നലെ ഞാൻ ഒത്തിരി നേരം കാത്തുനിന്നു, അവൾ വന്നില്ല. ഇന്ന് രാവിലെ വരാമെന്ന് പറഞ്ഞു, പറ്റിച്ചു. ഏതൊക്കെയോ കാലിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചിട്ട് പറഞ്ഞു കാലിന് ഭയങ്കര വേദനയാണ്. ഗൈസ് എന്ത് ചെയ്യാനാ ഗൈസ്, ജോലിയല്ലേ, എന്ത് ചെയ്യാനാണ്, ജോലിയാണ്, തിരക്കാണ്. അപ്പം അതിൻ്റെതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പത്തുവിന് ഭയങ്കര തിരക്കാണ്, ഭയങ്കര ബിസി ഷെഡ്യൂളാണ്. തള്ളെന്ന് പറയും എല്ലാവരും. എന്ത് ചെയ്യാനാ ഗൈസ്, ചെറിയ തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ ലേറ്റ് ആയിട്ടാണ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയത്, അതുകൊണ്ടാണ് മെയിനായിട്ട് വരാഞ്ഞത്. പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, റൂം ക്ലീനിങ്ങും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ ഞാൻ ഇന്നത്തേക്ക് നിർത്തിയതാണ്. എന്നിട്ട് രാവിലെ വരാമെന്ന് വിചാരിച്ചപ്പം രാവിലെ അങ്ങ് മടിച്ച്, അത് വേറെ കാര്യം. ഞങ്ങൾ അൽമീരയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഫുഡെന്നൊന്നും പറയാൻ പറ്റില്ല, ചെറുതായിട്ട് ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കണം അതേ ഉള്ളൂ, അല്ലാണ്ടൊന്നുമില്ല. പിന്നെ ചേച്ചി ഏതാ നടന്നു പോകുന്നു. ഇൻട്രൊഡക്ഷൻ കൊടുത്തു. റഹ്മത്ത് നമ്മുടെ ചേച്ചി ഒരു പാട്ടുകാരി കേട്ടോ ഗൈസ്. പക്ഷേ ചേച്ചിയുടെ ഒരു പാട്ട് ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ശരിക്കും ചേച്ചി പാട്ടുകാരി കേട്ടോ, പക്ഷെ ചേച്ചി പാടാറില്ല. നല്ലോണം പാടും ചേച്ചി, ഒരു ചെറിയ മൂളിപ്പാട്ടെങ്കിലും ഞങ്ങൾ എന്തായാലും പാടിപ്പിക്കും. പിന്നെ ഞങ്ങൾ കാലിക്കറ്റ് റഹ്മത്തിൽ ഫുഡ് കഴിക്കാൻ വന്നതാണ് ഗൈസ്. ചേച്ചി എന്താ ഓർഡർ ചെയ്തേ? ദോശ ഓർഡർ, തട്ടിൽ കിട്ട ദോശ. എന്തോ ദോശയൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, കഴിക്കുമ്പോൾ അറിയാം. ചിരി ആരും കുറ്റം പറയരുത് ഗൈസ്, ചിരി ഇല്ലെങ്കിൽ എന്താ, നമ്മൾ ചിരിക്കണം, നമ്മൾ മനസ്സ് തുറന്ന് ചിരിക്കാണ് വേണ്ടത്. കണ്ടോ ഇപ്പോഴും ഭയങ്കര ബിസിയാണ്, കണ്ടോ എൻ്റെ കൂടെ വന്നിട്ട് ഫോണിൽ കളിക്കാൻ. എന്താണ് കഴിച്ചത്? സാമ്പാറും ചമ്മന്തിയും അല്ലേ വന്നിരിക്കുകയാണ്. ചേച്ചി ഇതാ തുടങ്ങിയിരിക്കുകയാണ്. നല്ല ചൂടാണ് ഗൈസ്. ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, വയറ് നിറഞ്ഞു. തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഞങ്ങൾ ദോശ കഴിച്ചു, ഞങ്ങൾ കാണിച്ചില്ലേ, ദോശ കഴിച്ചായിരുന്നു. ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് നടന്നിങ്ങനെ പോവുകയാണ്. രാത്രി ഇങ്ങനെ നടന്ന് പോകാൻ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. രാത്രി അങ്ങനെ ചൂട് നമുക്ക് തോന്നുന്നില്ല, പക്ഷെ പകല് അതികഠിനമായ ചൂടാണ്, നല്ല ചൂടാണ് പകല്. പക്ഷെ നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങാത്തോണ്ട് അറിയില്ല. ഞാൻ പുറത്തിറങ്ങാറുണ്ട്, ജോലിയാണ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങാറുണ്ട് മീൻസ് അങ്ങനെയല്ല, എൻ്റെ 2 ഡ്യൂട്ടി ഷിഫ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഉച്ചയ്ക്ക് റൂമിൽ വരേണ്ടതുകൊണ്ട്. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് വണ്ടി ഇല്ല, ട്രാൻസ്പോർട്ടേഷൻ ഞങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. രാവിലെ ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ രാവിലെ നടന്നു പോകേണ്ടി വരും, കാരണം രാവിലെ ട്രാൻസ്പോർട്ടേഷൻ കാണാറില്ല. പിന്നെ എന്താ വിശേഷം പറ? ഇനി അടുത്ത ആഴ്ച കാണാൻ ചാൻസ്. ഞാൻ ഹോസ്പിറ്റൽ ഫീൽഡ് വർക്കാണ്. ചേച്ചി? ഞാൻ ഒരു മാൻ പവർ സപ്ലൈ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിട്ട്. അഡ്മിൻ ജോബ്, മാർക്കറ്റിംഗ് എല്ലാം വരുന്നുണ്ട്. എൻ്റെ നാട് കൊല്ലം, ചേച്ചി വരുന്നത് വയനാട്. ഞങ്ങൾ കൊല്ലം വയനാട് അങ്ങേയറ്റവും ഇങ്ങേറ്റവും കുറച്ച് ദൂരമുണ്ട്, കുറച്ചൊന്നുമല്ല ഒരുപാട് ദൂരമുണ്ട്. ഞങ്ങൾ റൂംമേറ്റ്സ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ഫുൾ വീഡിയോസ് ഞങ്ങൾ ഇട്ടിട്ടില്ല കേട്ടോ.
ഞങ്ങൾ തുടക്കത്തിന്റെ ഒരു ചെറിയൊരു ഇതുകൊണ്ട് ഞങ്ങൾ ഇടുന്നത്. അലമ്പായിരുന്നു. കാരണം ഞങ്ങൾ ഫസ്റ്റ് എടുത്തതുകൊണ്ട് കേട്ടോ, ഓപ്പണായിട്ട് പറയാം, ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ എടുത്തതാണ്. ഞങ്ങളൊരു ചാനൽ തുടങ്ങണമെന്ന് വിചാരിച്ചെടുത്തതല്ല, ജസ്റ്റ് ഞങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഞങ്ങൾ എടുത്തതാട്ടോ. അപ്പം അതിനകത്ത് ഫുള്ള് മൊത്തം എന്താ പറയുക, ഫുൾ അലമ്പായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കൂടുതൽ വീഡിയോസ് ജസ്റ്റ് ഒരു ഷോർട്ട് മാത്രമാക്കി ഞങ്ങളത് എടുത്തതാ. പിന്നെന്താ ഇന്ന് ചിരി ഇല്ലാത്തന്നല്ല ഗൈസ്, ചിരി ഉണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വയറ് പറഞ്ഞ് മത്തടിച്ചിരിക്കും കേട്ടോ, അതാണ് വേറെ കാര്യം. നല്ലപോലെ ഫുഡ് അടിച്ചു. റഹ്മത്ത് കാലിക്കറ്റ്. നല്ല കാറ്റുണ്ട് ഗൈസ്, നല്ല കാറ്റ്. ഞങ്ങളിങ്ങനെ പക്ഷെ ഇതൊരു സത്യം പറഞ്ഞാൽ മൈൻഡൊന്ന് ഓക്കെ ആവും. ഈ രാത്രിയുള്ള യാത്ര എന്തുകൊണ്ടും ബെറ്ററാണ്. എല്ലാരും ആരുമില്ല കേട്ടോ, ഇവിടെ ഒരു മനുഷ്യനില്ല, കഴിഞ്ഞ വെച്ച പട്ടിക്കുട്ടി. ഏത് പൂച്ച? കാറിനുള്ളിലൊന്നും പൂച്ചൊന്നുമില്ല. ഞങ്ങളിങ്ങനെ നടന്ന് പോവുകയാണ്. എന്താ പിള്ളേര് വണ്ടി പിടിച്ചോണ്ടോ? അല്ലല്ല, ആ വണ്ടിയല്ല, ഇത് വേറെ വണ്ടിയാ. മലയാളി സംഘം. നടന്നിങ്ങനെ പോവുകയാണ് ഞങ്ങൾ. നിങ്ങളുടെ കാരുണ്യത്തിൽ വേണം ഞങ്ങൾക്ക് ഇതണക്കത് വണ്ടിയൊക്കെ എടുക്കാം കേട്ടോ കൈസ്. ഈ ചിരി മാറ്റം പറയരുത്, എൻ്റെ ചിരി അങ്ങനെയാണ്, ഞാൻ അങ്ങനെ ആയിപ്പോയി. കുറേ മാറ്റം വരുത്തിയതാ, പക്ഷേ മാറില്ല, അതങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യാനാ ഗൈസ്. നല്ല കാറ്റുണ്ട് കേട്ടോ. അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെച്യൂരിറ്റി എന്നല്ല, നമ്മുടെ ഒരു ഇതങ്ങ് പോകും. അതല്ലെങ്കിലും ഇല്ല. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് കാണാനായിട്ടൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ രാത്രി ഇറങ്ങുന്നുണ്ട്, പിന്നെ ഞങ്ങളുടെ ടൈമിംഗ് ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. ഞങ്ങൾ ഇനി പുറത്ത് പോകുമ്പോൾ ഞങ്ങൾ വീഡിയോ ഇടുന്നതായിരിക്കും. പ്രത്യേകം അത് മാത്രമല്ല, മീൻസ് നിങ്ങളുടെ മൈൻഡ് ഇതാക്കാൻ വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം 2 അടി കിട്ടണ്ടല്ലായിരുന്നു, എങ്ങനെ ഓടി രക്ഷപ്പെട്ടു. അത് പക്ഷേ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു വീടിന്റെ ഫ്രണ്ടിൽ ചെറിയൊരു പൂവ് കണ്ടപ്പോൾ ഞങ്ങൾ ഒരു മരം കണ്ടപ്പോൾ, ലൈറ്റും മരവും കണ്ടപ്പോൾ വാതിൽ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് അലമ്പുണ്ടാക്കിയതാണ്. അവര് ഡോറ് തുറന്നു, ഞങ്ങളും 2 പേരും ഓടി. പക്ഷെ ഞങ്ങൾക്ക് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് അവിടെ നിന്നത്, പക്ഷേ സത്യം പറഞ്ഞാൽ പക്ഷെ ഞങ്ങൾക്കത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ശരി, എന്നാൽ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീക്ക് വീഡിയോ ഉണ്ടാവും. അടുത്ത വീഡിയോ നമുക്ക് പുറത്ത് പോകുമ്പോൾ ഏതെങ്കിലും ഇടാൻ ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇടുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ, സി യു.